അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പൊതുപരീക്ഷ അടുത്ത് വരികയാണ്. അപ്പോൾ 7ാം ക്ലാസ്സിലെ കുട്ടികൾ ലിസാനുൽ ഖുർആനിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്, പ്രധാനമായി വരുന്ന ചില ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അവസാനത്തെ പാഠം അല്ലാഹു ഖാലിഖുന എന്ന പാഠത്തിൽ ആ പാഠത്തിൻ്റെ പ്രധാന കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് വരിയാണ്. ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇദാ ദഖല അലൽ ഫിഅലിൽ മുളാരിഇ ജാസിമുൻ യുജ്സമു. അപ്പോൾ ഈ യുജ്സമു പൂരിപ്പിക്കാൻ വരും ഒരു പക്ഷേ. മുളാരിയായ ഫിഅലിൻ്റെ മേൽ ജസ്മ് ചെയ്യുന്ന അക്ഷരം വന്നാൽ ആ മുളാരിയായ ഫിലിന് ജസ്മ് ചെയ്യപ്പെടും. വഇദാ ദഖല നാസിബുൻ യുൻസബു. നസ്ബ് ചെയ്യുന്ന അക്ഷരം പ്രവേശിച്ചാൽ മുളാരിയ ഫിലിന് നസ്ബ് ചെയ്യും. വൽ ഹുറൂഫുല്ലത്തി തജ്സിമുൽ മുളാരിയ ഖംസത്തുൻ. അപ്പോൾ അത് കാണാതെ പഠിക്കുക. മുളാരിയായ ഫിലിന് ജസ്മ് ചെയ്യുന്ന അക്ഷരങ്ങൾ 5. വൽ ഹുറൂഫുല്ലത്തി തജ്സിമുൽ മുളാരിയ ഖംസത്തുൻ. വൽ ഹുറൂഫുല്ലത്തി തജ്സിമുൽ മുളാരിയ ഡാഷ് എത്രയാണ്? 5. മുളാരിയ ഫിലിന് ജസ്മ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ സങ്കല്പിക്കേണ്ടത് എന്താണ്? ഒരു സുക്കൂന് സങ്കല്പിച്ചാൽ മതി. സുക്കൂനില്ലേ, ഇങ്ങനെ സുക്കൂന് സങ്കല്പിച്ചാൽ അതെന്താണ്? ജസ്മാണ്. അപ്പോൾ മുളാരിയായ ഫിലിനിക്ക് ജസ്മ് ചെയ്യുന്നത് എത്രണ്ണാണ്? 5 എണ്ണം. ജസ്മ് ചെയ്യുന്നത് 5 എണ്ണം. ഇനി മുളാരിയായ ഫിലിനിക്ക് നസ്ബ് ചെയ്യുന്നതുണ്ട്. നസ്ബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫതഹാണ് അല്ലേ? ആ ഫതഹ് ചെയ്യുന്നത് 4. എത്രയാണ്? 4. അപ്പോൾ സുക്കൂനാകുമ്പോൾ 5, ഫതഹാകുമ്പോൾ 4. അപ്പോൾ അത് കാണാതെ പഠിക്കുക. പിന്നെ ഹുറൂഫുൽ ജസ്മി അത് ഏതൊക്കെയാണ്? ഇൻ, ലം, ലമ്മ, ലാമുൽ അംരി, ലാലിന്നഹി. 5 എണ്ണം അല്ലേ? ഇല്ലൽ ലമ്മ, ലാമുൽ അംരി, ലാലിന്നഹി. അങ്ങനെ പഠിച്ചാൽ മതി. ഇല്ലൽ ലമ്മ, ഇല്ലം ലമ്മ എന്ന് പറയുമ്പോൾ തന്നെ 3 എണ്ണമായി. ഇൻ, ലം, ലമ്മ, ഇല്ലബ് ലമ്മ, ലാമുൽ അംരി, ലാലിന്നഹി. അപ്പോൾ 3 എണ്ണം ഒരു ടോണിലും 2 എണ്ണം ഒരു ടോണിലും പഠിച്ചാൽ മതി. ഇല്ലൽ ലമ്മ, ലാമുൽ അംരി, ലാലിന്നഹി. അതാണ് ജസ്മിൻ്റെ അക്ഷരങ്ങൾ. ഇനി ഹുറൂഫുൻ നാസിബത്ത് നസ്ബ് ചെയ്യുന്ന അക്ഷരങ്ങൾ ഡാഷ് എത്രയാണ്? 4. ഇത് പൂരിപ്പിക്കാൻ വരും, അതുകൊണ്ട് ഞാൻ അടിവരട്ടെ കേട്ടോ. അൽ ഹുറൂഫുൻ നാസിബത്തു 4. അല്ലൻ കൈതൻ പഠിച്ചാൽ മതി. പക്ഷേ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, കൈതായി പോകരുത്. അൻ, ലൻ, കൈ, ഇതൻ. അത് നമ്മൾ ഷോർട്ടാക്കിയിട്ട് അല്ലൻ കൈതൻ പഠിച്ചില്ലേ? അൻ, ലൻ, കൈ, ഇതൻ. അപ്പോൾ ഹുറൂഫുൻ നാസിബത്ത് 4, ഹുറൂഫുൽ ജസ്മി 5. ഇനി നോക്കുക, ഈ ജസ്മിനൊരു ഉദാഹരണം നമ്മൾ കൊടുത്തു കണ്ടോ? ഇതാണ് മുളാരിയ ഫീൽ. ഇവിടേക്ക് ലം കടന്നു. അപ്പോൾ എന്താ വന്നത്? ലം യലിദ്. അപ്പോൾ ഇവിടെ സുക്കൂന് വന്നോ? ഇതാണ് ഈ ജസ്മ് എന്ന് പറയുന്നത്. ജസ്മിൻ്റെ അടയാളമാണ് ഈ സുക്കൂന്. അപ്പോൾ ജസ്മ് ചെയ്തു, ഈ ലം കടന്നുകൊണ്ടാണ്. ഇവിടെ ഈ ലം ഇല്ലെങ്കിൽ ഇവിടെ എന്താ വരിക എന്നറിയോ? ലമ്മ വരിക. അപ്പോൾ യലിദു എന്നാണ് വരിക. യലിദു. ഇവിടെ ലം കടന്നതുകൊണ്ടാണ് ലം യലിദായത്. ഇനി ഇവിടെ നോക്കൂ, അൻ യഅ്തിയ. ഇവിടെ യാഇന് അവസാനം ഫതഹ് വന്നു. അതെന്തുകൊണ്ടാണ്? ഇവിടെ മുളാരിയായ ഫീലിന് നസ്ബ് ചെയ്യുന്ന അന്ന് വന്നതുകൊണ്ടാണ്. ഇവിടെ അന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ എന്തായിരിക്കും? യഅ്തിയു എന്നായിരിക്കും. അപ്പോൾ നമ്മൾ യഅ്തി എന്ന് പറയും, ഷോർട്ടാക്കിയിട്ട് യഅ്തി എന്ന് പറയും. അപ്പോൾ ഇവിടെ ഈ അന്ന് വന്നതുകൊണ്ട് എന്ത് ചെയ്തു? ഇവിടെ നസ്ബ് ചെയ്തു. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പാഠത്തിൻ്റെ ഗുട്ടൻസ് മനസ്സിലായി. അപ്പോൾ ഇവിടെ പഠിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇവിടെ പൂരിപ്പിക്കാൻ വരും. പിന്നെ വൽ ഹുറൂഫുല്ലത്തി തജ്സിമുൽ മുളാരിയ ഡാഷ് എത്രയാണ്? 5. പിന്നെ വൽ ഹുറൂഫുൻ നാസിബത്തു ഡാഷ് എത്രയാണ്? 4. പിന്നെ ആ 4 എണ്ണം 5 എണ്ണം മൊത്തം 9 ഹർഫുകൾ പഠിക്കാനും. അതാണ് ഈ പാഠത്തിൻ്റെ സമ്മറി എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോകാം. അടുത്ത പാഠം കാന അഖ്വാത്ത് അല്ലേ? കാന സോറ ബാത്ത അസ്ബ അൽഹ അംസ ലല്ല മാസാല മാഫത്തിഹ മാബരിയ മംഫക്ക മാദാമ ലൈസ അല്ലേ? ഇവിടെ എന്താണ് കാന അഖ്വാത്തിൻ്റെ അമൽ? അതാണ് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. കാന അഖ്വാത്തിൻ്റെ അമൽ എന്താണ്? അത് നമ്മൾ പഠിക്കാൻ ഇത് പഠിച്ചാൽ മതി. ബാത്ത യൂസുഫ് അലൈഹിസ്സലാം നായിമ. ഇവിടെ നമുക്ക് നബി ആയിട്ട് സങ്കല്പിക്കേണ്ട. യൂസുഫ് പറഞ്ഞൊരു ഒരാളെ പേര് നമുക്ക് സങ്കല്പിക്കാം. അപ്പോൾ നമ്മളിത് ഷോർട്ടാക്കാം. ബാത്ത യൂസുഫു നായിമ. അപ്പോൾ അയിമെന്ന് നമ്മൾ അതിൻ്റെ അമൽ പഠിച്ചു. എന്താ? ഈ യൂസുഫു എന്നതിന് എന്ത് കിട്ടി? റഫ് കിട്ടി. അപ്പോൾ ഇസ്മിനിക്ക് റഫ്. അപ്പോൾ തെർഫഉൽ മുബ്തദ. ഇത് ഖബറാണ്. ഖബറിനിക്ക് എന്താണ്? നസ്ബ്. അപ്പോൾ തെർഫഉൽ മുബ്തദ വതൻസിബുൽ ഖബറ.
ഇത് നമ്മൾ ഈ തെർഫായുൽ മുബ്തദ തൻസീബുൽ ഖബർ എന്ന് കാണാതെ പഠിക്കണ്ട. ഈ ഒരു പാട്ട് നമ്മൾ പഠിച്ചാൽ മതി. ബാത്ത യൂസുഫു നായിമാ. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ബാത്ത യൂസുഫു എന്നാണ് പറഞ്ഞത്. അപ്പോൾ തെർഫായുൽ മുബ്തദ. പിന്നെ നായിമൻ എന്ന് പറഞ്ഞത് നെസ്ബ് ചെയ്തു അല്ലേ. ഇതാണ് ലമ്മ്. ഈ ലമ്മാണ് റഫ് എന്ന് പറയുന്നത്. ലമ്മിനാണ് എന്ത് പറയുക, റഫ് എന്ന് പറയാം. ഈ നെസ്ബിനാണ്, ഈ ഫത്തഹിനാണ് എന്ത് പറയുക നമ്മൾ, നെസ്ബ് എന്ന് പറയാം. അപ്പോൾ ബാത്ത യൂസുഫു നായിമാ. അപ്പം എന്തായി, യൂസുഫു എന്നുള്ളത് മുബ്താക്ക് റഫ്, പിന്നെ ഖബറിനിക്ക് നെസ്ബ്. ആരാ ചെയ്തത്, ബാത്ത. ആ ബാത്തൻ്റെ കൂട്ടുകാരാണ് ഇത് കാനൻ്റെ കുടുംബത്തിൽപ്പെട്ടതാണ്. കാന സോറ ബാത്ത ഇവിടെ പറഞ്ഞിട്ടില്ലേ. കാന സോറ ബാത്ത അസ്ബ അൽഹ അംസ വല്ല മാസാല മാഫത്യ മബരിയ മംഫക്ക മാതാമ ലൈസ. അപ്പോൾ അത് അവിടെ പഠിച്ചു. എന്താ ഈ പാഠത്തിൽ പ്രധാനമായിട്ട് പഠിക്കേണ്ടത്, കാനൻ്റെ അമല്, അതുപോലെ കാന വന്നിട്ടുള്ള ഉദാഹരണങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കാന വന്നിട്ടുള്ള ഉദാഹരണങ്ങൾക്ക് റഫ് നെസ്ബൊക്കെ എങ്ങനെ കൊടുക്കേണ്ടത്, അത് വെച്ചിട്ടുള്ള വല്ല വർക്കൗട്ടും ഇങ്ങനെയൊക്കെയാണ് പരീക്ഷയ്ക്ക് വരിക. ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവുകയാണ്. അടുത്ത പാഠം ഇന്ന അന്ന കന്ന ലാക്കിന്ന ലൈത്ത ലാല്ല അല്ലേ. ഇവിടെയും എന്താണ്, ഇവിടെയും പഠിക്കാനുള്ളത് ഇന്നൻ്റെ അമലാണ്. ഈ അമലാണ് ഇവിടെ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സാധനത്തിൻ്റെ അമലുകൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പഠിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അമൽ ഇവിടെ കാണാം നിങ്ങൾക്ക്. അമൽ കാന വഹ്വാത്തുഹ, പിന്നെ ഇന്ന വഹ്വാത്തുഹ, ഇത് രണ്ടിൻ്റെ അമലാണ് ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ളത്. കാന അഹ്വാത്തുവിൻ്റെ അമൽ പറഞ്ഞു ബാത്ത യൂസുഫു നായിമ. അപ്പോൾ തെർഫഉൽ മുബ്തദ വ തൻസിബുൽ ഖബറ. തെർഫഉൽ മുബ്തദ വ തൻസിബ്, ഇത് ഞാൻ ആദ്യം എഴുതിയപ്പോൾ മാറിപ്പോയതാണ്. തെർഫഉൽ മുബ്തദ വ തൻസിബുൽ ഖബറ. അടുത്ത് ഇന്ന അഹ്വാത്തിൻ്റെ അമൽ എന്താ, തൻസിബുൽ മുബ്തദ വ തർഫഉൽ ഖബറ. മുബ്തദക്ക് നെസ്ബ് ചെയ്യുന്നു, പിന്നെ ഖബറിനിക്ക് റഫ് ചെയ്യുന്നു. അപ്പോൾ അതിനൊരു ഉദാഹരണം നിങ്ങൾ പാട്ടായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നൻ്റെ അമൽ എന്താണെന്ന് കൺഫ്യൂഷൻ ഇല്ലാതെ എന്ത് കിട്ടും, പറയാൻ കഴിയും. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഉദാഹരണം നിങ്ങൾക്ക് എളുപ്പമുള്ള ഒരു ഉദാഹരണം നിങ്ങൾ പഠിച്ചാൽ മതി. അന്നൽ ഖംറ ദവാഉൻ, അല്ലെങ്കിൽ അന്നൽ ഖംറ മുഫ്സീദുൻ, അന്നൽ ഖംറ മുഫ്സീദുൻ, അന്നൽ ഖംറ മുഫ്സീദുൻ. അപ്പോൾ അന്നൽ ഖംറ തെർഫഉൽ തൻസിബുൽ മുബ്തദ, മുഫ്സിദുൻ തെർഫഉൽ ഖബറ. ഓക്കെ, അപ്പോൾ നമ്മൾ അമൽ പഠിച്ചു. കാന അഹ്വാത്തിൻ്റെ അമലും പഠിച്ചു, ഇന്ന അഹ്വാത്തിൻ്റെ അമലും പഠിച്ചു. ഇനി നമുക്ക് അതത് എണ്ണം ചോദിക്കുന്ന പരീക്ഷയ്ക്ക് പൂരിപ്പിക്കാൻ വരുന്ന ചോദ്യം, അൽ ഹുറൂഫുല്ലത്തി തജ്സിമുൽ മുലാരിയ ഡാഷ് എത്രയാണ്, ഖംസത്തുൻ. അൽ ഹുറൂഫുൻ നാസിബത്തു ഡാഷ് അർബഅത്തുൻ. പിന്നെ ഹുറൂഫുൽ അത്ഫി അഷ്റത്തുൻ. അത്ഫിൻ്റെ അക്ഷരങ്ങൾ ജോയിൻ്റ് ആക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരമാണല്ലോ അത്ഫിൻ്റെ അക്ഷരം. ഹുറൂഫുൽ അത്ഫി അഷ്റത്തുൻ. നൗഉൽ ലർഫി നൗആനി. ലർഫിൻ്റെ ഇനങ്ങൾ എത്രണ്ണം, ലർഫു സമാന് ലർഫു മക്കാൻ, അപ്പോൾ 2 എണ്ണം. അപ്പോൾ എത്ര, നൗആനി. അപ്പോൾ അത് നിങ്ങൾ പഠിക്കുക. പിന്നെ ഹുറൂഫുൽ ജസ്മി ഖംസത്തുൻ. ഇല്ലല്ലമ്മ ലാമുൽ അംരി ലാലിൻ നഹി. പിന്നെ ഹുറൂഫുൻ നാസിബത്തി അർബഅത്തുൻ അൻലൻ കൈ ഈദൻ. പിന്നെ അതിൻ്റെ ഉദാഹരണം അതാണ് ഇവിടുത്തെ ഷോർട്ട്. ഇനി നമ്മൾ ജമ്മ മുദക്കർ സാലിമിലേക്ക് പോവുകയാണ്. ജമ്മ മുദക്കർ സാലിമും ജമ്മ മുഅന്നസ് സാലിമും അല്ലേ. ജമ്മു മുദക്കർ സാലിം അതൊരു പ്രധാനപ്പെട്ട പാഠമാണ്, അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകുന്നത്. ജമ്മു മുദക്കർ സാലിമും ജമ്മു മുഅന്നസ് സാലിമും. ജമ്മു മുദക്കർ സാലിം പറഞ്ഞാൽ എന്താ സംഭവം, ജമ്മു മുദക്കർ സാലിം ആകുമ്പോൾ അവിടെ ഒരു ലാസ്റ്റ് ഒരു വാവും നൂനുണ്ടാവും. അതാണ് അതിൻ്റെ ട്രിക്ക്. അത് മനസ്സിലാക്കാനുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞത്. അവസാനം ഒരു വാവും നൂന് കണ്ടോ, അൽ മുസ്ലിമൂന, അസ്വാഇമൂന. പിന്നെ റഫിൻ്റെ അവസരത്തിലേക്ക് എന്തുണ്ടാകും, ഒരു അവസാനം ഒരു വാവും നൂനും ഉണ്ടാകും. അപ്പോൾ മനസ്സിലാക്കാൻ എന്താണ്, ജമ്മു മുദക്കർ സാലിമാണ്. മാദല്ലൽ അക്സരി മിൻ ഇസ്നൈനി, 2 എണ്ണത്തിനേക്കാൾ അധികത്തിൻ്റെ മേൽ അറിയിക്കുന്നു. മാ സലാമത്ത് ബിനായി മുഫ്രദിഹി, അതിൻ്റെ മുഫ്രദ് രക്ഷപ്പെടലോട് കൂടെ. അഥവാ ആ മുസ്ലിമൂന എന്നുള്ളതിൻ്റെ ഏകവചനം എന്താണ്, മുഫ്രദ് എന്താണ്, മുസ്ലിം എന്നാണ്. അപ്പോൾ മുസ്ലിമും മുസ്ലിമൂന, ചെറിയ ചേഞ്ചേ ഉള്ളൂ. ആ മുസ്ലിം എന്നതിലേക്ക് ഒരു വാവിനൂനും കൂട്ടിയപ്പോൾ എന്തായി, മുസ്ലിമൂന എന്നായി. അപ്പോൾ അവിടെ ഉള്ള മുഫ്രദിനിക്ക് എന്താകുന്നില്ല, വലിയ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. അങ്ങനത്തെ ജംഇനാണ് എന്ത് പറയുക, ജമ്മ മുദക്കർ സാലിം എന്ന് പറയുക. ഇത് പരീക്ഷയ്ക്ക് പൂരിപ്പിക്കാൻ വരാറുണ്ട്. മാദല്ല അക്സരി മിൻ ഇസ്നൈനി മാ സലാമത്തി ബിനായി മുഫ്രദിഹി. 2024 ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഈ വർഷം ചോദിക്കാതിരിക്കാം. പിന്നെ ഇവിടെ അമലാണ് പഠിക്കേണ്ടത്. യുർഫഉ ബിൽ വാവി വയുൻസബു യുജറു ബിൽ യായി. റഫ് വാവ് കൊണ്ടാണ്, നെസ്ബും ജെറും ഒരേ സാധനം കൊണ്ടാണ്. ഏതുകൊണ്ടാണ്, യാവ് കൊണ്ടാണ്. അപ്പോൾ അവിടെ സായിലീന എന്ന് കണ്ടോ, അപ്പോൾ ഇവിടെ ജെറിൻ്റെ അവസരമാണ്. മഹ്റൂമീന,
മുസ്ലിമീന ഇതൊക്കെ എന്താണ് ജറിൻ്റെ നസ്ബിൻ്റെ അവസരമാണ്. എന്നാൽ റഫിൻ്റെ അവസരത്തിൽ വാവും നൂന വരിക. അപ്പോൾ അവിടെ വാവ് കൊണ്ടാണ് റഫ്. മനസ്സിലായല്ലോ? മുസ്ലിമൂന സായിമൂന. റെഡിയല്ലേ? അപ്പോൾ ജമ്മു മുദക്കർ സാലിം ഇവിടെ ചോദ്യം വരുന്നതാണ്. ജമ്മു മുദക്കർ സാലിമിൻ്റെ ഡെഫിനിഷൻ. രണ്ടാമത്തെ ജമ്മു മുദക്കർ സാലിമിൻ്റെ റഫ് എന്തുകൊണ്ട്, ജറുൻ നസ്ബു എന്തുകൊണ്ട്? റഫ് വാവ് കൊണ്ട്. ഇതിങ്ങനെ ഈ ചിത്രങ്ങൾ മനസ്സിൽ ഓർമ്മ ഉണ്ടാവണം. മുസ്ലിമൂനിൻ്റെ വാവ് നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിൽ ഓർമ്മ ഉണ്ടാവണം. പിന്നെ ജറുൻ നസ്ബ് എന്തുകൊണ്ട്? യാവ് കൊണ്ട്. ഇവിടുത്തെ സായിലിൻ്റെ യാവ് നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിൽ ഓർമ്മ ഉണ്ടാവണം. ഇനി നമുക്ക് ജംഉ മുഅന്നസ് സാലിം എന്ന് പറയാം. എന്താ ജംഉ മുഅന്നസ് സാലിം എന്ന് പറഞ്ഞാൽ മാ ജുമിയ ബി അലിഫിൻ വ തായിൻ മസീദത്തൈനി അലാ മുഫ്രദിഹി. അതിൻ്റെ ഏകവചനത്തിൻ്റെ മേലിൽ അലിഫും താവ് കൊണ്ടും അധികമാക്കിക്കൊണ്ട് ആക്കിയതാണ് ജംഉ മുഅന്നസ് സാലിം അല്ലേ? ആ ജംഉ മുഅന്നസ് സാലിം ലമ്മ് കൊണ്ടാണ് റഫ്. പിന്നെ നസ്ബുൻ ജറും എന്തുകൊണ്ടാണ്? നസ്ബുൻ ജറും യാവ് കൊണ്ട് എന്താണ്? കസ്റത്ത് കൊണ്ടാണ്. നസ്ബുൻ ജറും കസ്റത്ത് കൊണ്ടാണ്. അപ്പോൾ നോക്കുക, ഇവിടെ നോക്കുക, അൽ മുസ്ലിമാത്തു. ഇപ്പോൾ ഇവിടെ എന്താണ്? ഇത് റഫിൻ്റെ അവസരം. എങ്ങനെ റഫ് കിട്ടിയത്? ലമ്മുകൊണ്ട്. ഇവിടെ മുസ്ലിമാത്തി എങ്ങനെ ജറ് കിട്ടിയത്? ജറ് കിട്ടിയത് ഈ കസറത്ത് കൊണ്ട്. അല്ലെങ്കിൽ നെസ്ബ് കിട്ടിയത് നെസ്ബിൻ്റെ അവസരത്തിലും ഇങ്ങനെ തന്നെ പറയാം. മുസ്ലിമാത്ത എന്ന് പറയില്ല, മുസ്ലിമാത്തി എന്ന് തന്നെ പറയാം. ജറിൻ്റെ അവസരത്തിലും നെസ്ബിൻ്റെ അവസരത്തിലും മുസ്ലിമാത്തി എന്നാണ് പറയാം. അപ്പോൾ നിങ്ങളിവിടെ പഠിച്ചു വെക്കേണ്ട അമലാണ് പ്രധാനമായിട്ട് പഠിച്ചു വെക്കേണ്ടത്. അമൽ അതായത് അലാമത്ത്, അടയാളം. ജമ്മു മുദക്കർ സാലിം യുർഫഉ ബിൽ വാവി. ജമ്മു മുദക്കർ സാലിം യുർഫഉ ബിൽ വാവി. പിന്നെ യുൻസബു വയുജറു ബിൽ യാ ഇൽ മക്സൂരി മാ ഖബലഹ. ഇത് കാണാതെ പഠിക്കണം, അറബിയിൽ കാണാതെ പഠിക്കണം. ബിൽ യാ ഇൽ മക്സൂരി മാ ഖബലഹ. ജമ്മു മുദക്കർ സാലിം യുൻസബു വയുജറു ബിൽ യാ ഇൽ മക്സൂരി മാ ഖബലഹ. ജമ്മു മുദക്കർ സാലിം യുർഫഉ ബിൽ വാവി എന്ന് പഠിക്കുക. അടുത്തത് ജംഉ മുഅന്നസ് സാലിം. ജംഉ മുഅന്നസ് സാലിം യുർഫഉ ബിൽ ലമ്മത്തി. യുർഫഉ ബിൽ ലമ്മത്തി. യുർഫഉ ബിൽ ലമ്മത്തി. പിന്നെ യുൻസബു വയുജറു ബിൽ കസ്റത്തി. യുൻസബു വയുജറു ബിൽ കസ്റത്തി. രണ്ടിൻ്റെ ഉദാഹരണം നിങ്ങൾ മനസ്സിൽ വേണം. ഇവിടെ മുസ്ലിമൂന ഓർത്ത് വെക്കുക, ഇവിടെ മുസ്ലിമീന ഓർത്ത് വെക്കുക. ഇവിടെ മുസ്ലിമാത്തു, ഇവിടെ മുസ്ലിമാത്തി. ഇത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം. അപ്പോൾ ഇതും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നല്ലോണം നോട്ട് ചെയ്തിട്ട് പഠിക്കുക. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നല്ലോണം വർക്കൗട്ട് ചെയ്യുക. മുൻകാല ചോദ്യങ്ങളൊക്കെ നല്ലോണം വർക്കൗട്ട് ചെയ്യുക. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. അസ്സലാമു